പിന്നെ എന്തൊക്കെ എന്തോന്ന് ഇടയ്ക്ക് 1-2 ദിവസമായിട്ട് നിനക്ക് ചെറിയ ചുറ്റിക്കളിയുള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, നിനക്ക് ഈയിടെയായിട്ട് ചില കറങ്ങിക്കളികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈയിടെ എന്തോന്നു നീ എന്ത് പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ അവസാനം എൻ്റെ അടുത്താണല്ലോ കൊണ്ടുപോകല്. സുഹൃത്തെ, നീ അതിന് ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവനും വാസ്തവിരുദ്ധമാണ്. ശരി, എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കിടന്നു. എടാ, ഈ വന്നവനും നിന്നവനും എല്ലാവരും കല്യാണം കഴിച്ചു. നമുക്ക് കഴിക്കണ്ടേ? പിന്നെ വേണ്ടേ? എന്ത് സദ്യ? എടാ, ഞാൻ പറഞ്ഞ കല്യാണ കാര്യമാടാ. ഓ, അതായിരുന്നാ? അതിനൊക്കെ യോഗം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. നീ വീട്ടിൽ ധരിപ്പിച്ചായിരുന്നു. എടാ, ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ മുതൽ അവൻ്റെ അനിയൻ്റെ വെഡ്ഡിങ് കാർഡ് വരെ ഞാൻ എൻ്റെ വീട്ടിൽ കാണിച്ചു. ഞാനിവിടെ രാവിലെ മാട്രിമോണി പേജ് ഉറക്ക വായിച്ചു നോക്കി. പിന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ 10 കോപ്പി എടുത്ത് ചോരിലൊക്കെ ഒട്ടിച്ച് നോക്കി. ആഹാ, പ്രശ്നമാണല്ലോ. എന്നിട്ടെന്തോന്നു, ഞാൻ കുറച്ച് നോക്കിയപ്പോൾ അതിൻ്റെ താഴെ വേറൊരു പോസ്റ്റ്: പരസ്യം പതിക്കരുത്. ഇനി ഇങ്ങനെ ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും നമുക്ക് കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലെന്ന്. ഇങ്ങനെയൊന്നും ആയിരിക്കും. എങ്ങനെ ഞാൻ അറിയേണ്ടത്? നിനക്ക് പെണ്ണ് സെറ്റ് നീ ഫസ്റ്റ് കെട്ടുമോ? ഞാനാ? പോടാ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കെട്ടും. അത് വേണ്ട. എന്തായാലും നിന്റെ കല്യാണ സദ്യ കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. നോക്കിയിരുന്നോളൂ, അതിന്റെ കമ്മള് ഞാൻ തന്നെ കിട്ടും. നിനക്ക് അതിന് പെണ്ണ് കിട്ടൂടാ. എന്റെ കല്യാണ സദ്യ നിന്നെ ഞാൻ ആദ്യം എത്തിക്കാം. ഒരു മിനിറ്റ് മോനെ, ഞാനാണേ. പിന്നെ വിഷമമൊന്നും തോന്നരുത്. ആ കല്യാണം കഴിക്കുക എന്നുള്ള വെള്ളം ഒന്ന് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ഒരൊറ്റ പെണ്ണുങ്ങൾക്ക് നിന്നെ പിടിച്ചിട്ടില്ല. ആദ്യം വല്ല പണിക്ക് പോട്ടെ, എന്നിട്ടുണ്ടാക്കാം കല്യാണം. ശരി എന്നാ കേട്ടോ, വിഷമിക്കരുതേ. ശരി അങ്കിളെ. ശരി ബ്രോക്കറെ. ഒന്നുമില്ല. നമുക്കപ്പോൾ ഈ കല്യാണ കാര്യം വിടാല്ലേ? അതെ അതെ, അത് വിടാം. അതെ, പക്ഷെ നീ കെട്ടിയിട്ടേ ഞാൻ കെട്ടു. നന്നാവും.